സ്നേഹം നിറഞ്ഞ സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവിൻ, ബഹുമാനപ്പെട്ട പ്ലാപ്പള്ളിയച്ച, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരനായ സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ ക്രിസ്തീയ സമൂഹം മാർത്തോമാ ശ്ലീഹായുടെ നാമം പേറുന്ന ഈ ക്രിസ്തീയ സമൂഹം കൂട്ടായ്മയിലും സ്നേഹത്തിലും നന്മയിലും ഒക്കെ മുന്നോട്ട് പോകുന്നു എന്നത് ദൈവത്തിന് നന്ദി പറയാൻ ഈ ഒരവസരം, പ്രത്യേകിച്ച് ഈ ജൂബിലി ആഘോഷം ഞാൻ പ്രത്യേകമായിട്ട് വിനിയോഗിക്കുകയും അഭിമന്യ പിതാവിനെയും നിങ്ങളെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഈ സമൂഹത്തിന് അടിത്തറപ്പാകിയ ആത്മാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ കാലാകാലങ്ങളിൽ അജപാലനപരമായിട്ടുള്ള നേതൃത്വം കൊടുത്ത വൈദികർ, അവരെ സഹായിച്ച സിസ്റ്റേഴ്സ്, നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ലയോ 14 മാർപ്പാപ്പ റോമൻ കൂരിയായെ ക്ഷണിക്കുകയുണ്ടായി. പിതാവ് ആ അവസരത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സഭയുടെ ഫലപുഷ്ടത കുരിശിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കുരിശിൻ ചുവട്ടിലാണ് പരിശുദ്ധ അമ്മയുടെ മാതൃത്വം ജനിച്ചത്. തിരുസഭയുടെ ഫലപുഷ്ടതയും വിശുദ്ധിയും എല്ലാം കുരിശിൻ ചുവട്ടിലാണ്. ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തുടക്കക്കാരായിട്ടുള്ളവർക്ക് കുരിശിൻ ചുവട്ടിൽ നിന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്രകാരം ഒരു സമൂഹത്തെ പടുത്തുയർത്തുവാൻ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ ധാരാളം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവണം. അതിനെയെല്ലാം വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ആ കുരിശിലൂടെ ലോകത്തെ രക്ഷിക്കുകയും ഉത്ഥാനം ചെയ്ത മിശിഹായിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർ കഠിനാധ്വാനം ചെയ്യുകയും വിശ്വസ്തത പുലർത്തുകയും ചെയ്തതിൻ്റെ ഫലമാണ് നമ്മുടെ ഈ സമൂഹം. നമുക്ക് ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് സഭയെ സ്നേഹിക്കുന്ന, നമ്മുടെ മിശിഹായ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാനും അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാനുമുള്ള ആ തീരുമാനത്തെ നമ്മുടെ സഹോദരങ്ങളിൽ കാണിച്ച മാതൃകയിൽ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജൂബിലി അവസരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പുനരർപ്പണം ചെയ്യുവാനായിട്ട് വേണ്ടിയുള്ള ഒരു അവസരമാണ് ജൂബിലി ആഘോഷം. നമുക്ക് അതിനുവേണ്ടി തീവ്രമായിട്ട് പരിശ്രമിക്കാം. ഞാൻ വത്തിക്കാൻ്റെ നയതന്ത്ര കാര്യാലയങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അൾജീരിയയിൽ, ദക്ഷിണ കൊറിയയിൽ, ഇറാൻ, കോസ്റ്ററിക്ക, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ പല അവസരങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ഒരുമിച്ച് കൊടുക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത, ഈശോയെ സ്നേഹിച്ചിട്ടും വിശുദ്ധ മാമോദീസായിലൂടെ അവിടുത്തെ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കാത്ത സഹോദരങ്ങൾ, ഈശോയെ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ സ്വന്തം വീടും സ്വന്തം കുടുംബവും സ്വന്തം നാടും ഉപേക്ഷിച്ചു പോകേണ്ട ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ലഭിച്ച ഭാഗ്യം, മാർത്തോമാ ശ്ലീഹായുടെ ജീവിത തീക്ഷ്ണതയിലൂടെ നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ ആ അഗ്നി നമ്മുടെ പിതാമഹന്മാരിലൂടെ നമുക്ക് ലഭിച്ചു. അത് നമ്മൾ ജീവിക്കുന്ന രാജ്യങ്ങളിലും മേഖലകളിലും സമൂഹത്തിലുമൊക്കെ ആളിപ്പടർത്തുവാനായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ അനുവദിച്ചുവെങ്കിൽ അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ അവസരങ്ങൾ ആ വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കുവാനായിട്ട്
പ്രത്യേകമായിട്ട് ഈ കൂട്ടായ്മയ്ക്ക് കൂടുതൽ ചൈതന്യത്തോടുകൂടി സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. പിതാവിൻ്റെ ശൈലി നിങ്ങൾക്ക് അറിയാമായിരുന്നു. പരിശുദ്ധ പിതാവ് ഓരോ രാജ്യവും തിരഞ്ഞെടുക്കുമ്പോൾ ലോകത്തിലെ ചെറിയ രാജ്യങ്ങൾ, ലോകത്തിൽ ക്രിസ്ത്യാനികൾ കുറവുള്ള രാജ്യങ്ങൾ, പാവപ്പെട്ടവർ കൂടുതലുള്ള രാജ്യങ്ങൾ, അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളായിരുന്നു പലപ്പോഴും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തിരുന്ന പിതാവിൻ്റെ ജീവിതശൈലിയിൽ ഓരോ യാത്രയ്ക്കും പോകുമ്പോൾ പറഞ്ഞു വിടുമായിരുന്നു, വലിയ കാറുകൾ എടുക്കരുത്. ഞാൻ ദുബായിലേക്ക് ഈ COP28 എന്ന കോൺഫറൻസ്, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, ദുബായിൽ സ്വർണം പൂശിയ മുറികളും ആഡംബരമുള്ള ഭവനങ്ങളൊന്നും എനിക്ക് വേണ്ടി ഒരുക്കരുത്. ഞങ്ങൾക്ക് വലിയ ആഡംബരമുള്ള ഭവനം തന്നെയാണ് അവിടുത്തെ ഭരണാധികാരികൾ നൽകിയത്. പക്ഷേ ഞങ്ങൾ പരിശുദ്ധ പിതാവിന് വേണ്ടി എടുത്തത് അവിടുത്തെ ജോലിക്കാർ താമസിക്കുന്ന ഒരു മുറിയാണ് പരിശുദ്ധ പിതാവിന് വേണ്ടി മാറ്റിവെച്ചത്. പിന്നീട് പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളാൽ അങ്ങോട്ടേക്ക് പോകുവാൻ സാധിച്ചില്ല. ചെറിയ കാറ്, ലളിതമായ ജീവിതം, അങ്ങനെ പിതാവ് അവസാനം വ്യത്യസ്തമായ രീതിയിൽ റോമിലെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിലല്ല, മരിയ മജോറെ എന്ന് പറയുന്ന മാതാവിൻ്റെ പരിശുദ്ധ കന്യാമറിയത്തെ നാമധേയത്തിലുള്ള ആ ദേവാലയത്തിൽ പിതാവ് അന്തി ഉറങ്ങുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ നൽകിയ വിശ്വാസത്തിൻ്റെ പുണ്യ മാതൃക നമുക്ക് നല്ല ഓർമ്മയായിട്ട് കൊണ്ട് നടക്കുക മാത്രമല്ല, അത് അനുകരിക്കുവാനായിട്ട് പിതാവാണ് നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ ഗായകരാകുവാനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്തിട്ടാണ് പിതാവ് പോയത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രത്യാശ പകരുന്ന വചനങ്ങൾ, പ്രത്യാശ നൽകുന്ന പ്രവൃത്തികൾ, നമ്മൾ വ്യാപരിക്കുന്ന ജോലി മേഖലകളിൽ, നമ്മൾ പഠിക്കുന്ന മേഖലകളിൽ, നമ്മൾ ശ്രവിക്കുന്നവർ, നമ്മൾ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ഒരു വാക്കാകാം, ഒരു സാന്ത്വനമാകാം, ഒരു പ്രതീക്ഷയുടെ വാക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ 2025 ആഗോള സഭയിലെ ജൂബിലിയും ഈ നമ്മുടെ കൂട്ടായ്മയുടെ 25 വർഷത്തിൻ്റെ ജൂബിലിയും ഒക്കെ അർത്ഥവത്താകുന്നത്. നമുക്ക് കൂടുതലായിട്ട് മറ്റുള്ളവരെ ഓർക്കുവാനായിട്ട്, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ നന്ദി മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമ്മളെ തന്നെ പുനരർപ്പണം ചെയ്യുവാനും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം, സന്തോഷത്തിൻ്റെയും കൃപയുടെയും നന്മയുടെയും ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും കുടുംബത്തിലും പ്രിയപ്പെട്ടില്ല നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.